നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈയാണ് കോൺഗ്രസും UDFും നേടിയത്. പല LDF കോട്ടകളും വീണു. ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചുപിടിച്ചു. അങ്ങനെ കൊച്ചിയും മാറി. പക്ഷേ കോട്ടകൾ എത്ര മാറിയാലും കോൺഗ്രസ് പഴയ കോൺഗ്രസ് തന്നെയാണ് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കൊച്ചിയിലും തൃശൂരിലും തർക്കം തുടരുകയാണ്. കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പിലെ തർക്കം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് രൂക്ഷമാക്കി. പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കൾ ഏറ്റുമുട്ടുന്നതും മേയർ സ്ഥാനം ആഗ്രഹിച്ച് ദീപ്തി മേരി വർഗീസ് പരിഭവം പറയുന്നതും കേട്ടു. വിഴുപ്പലക്കലുകൾ തിരിച്ചടിയാകുമെന്ന് കണ്ട് നേതൃത്വം ഇടപെട്ട് ഇതാണ് പാർട്ടി തീരുമാനമെന്നും പാർട്ടി തീരുമാനം അന്തിമമെന്നും പ്രഖ്യാപിച്ചു. പക്ഷേ KPCCക്കും AICCക്കും പരാതി നൽകാനാണ് നീക്കം. KPCC മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് പ്രധാന പരാതി. കീറിക്കെട്ടി ഭൂരിപക്ഷം പരിശോധിക്കുന്ന രീതി എല്ലാ തലത്തിലും നടപ്പാക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന മാത്യു കുഴൽനാടന്റെ പ്രതികരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യം ചൂണ്ടിക്കാട്ടി VD സതീശനുള്ള മുന്നറിയിപ്പാണ്. കോൺഗ്രസ് പതിവ് പരിപാടി ഊർജിതമാക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നു, തലയെണ്ണിയാൽ ഗതിയെന്ത്. ഈ ചർച്ചയിൽ ശ്രീ ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, B. റെജി കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ BM ഭാസ്കർ ഇടത് സഹയാത്രികൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ. വലിയ മേൽക്കൈ UDFിനെ സംബന്ധിച്ച് കിട്ടിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള വലിയ ഊർജ്ജമാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് നൽകിയത്. നോക്കൂ, ഈ കൊച്ചി കോർപ്പറേഷന്റെ കാര്യം എടുത്താൽ 76 ഡിവിഷനുള്ളതിൽ പകുതിയിലധികം ഭൂരിപക്ഷം കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെയുണ്ട്. 42 കോൺഗ്രസ് ജയിച്ച ഇടമാണ്. അവിടെ ഒരു തർക്കമില്ലാതെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് പരസ്യമായി നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വന്നത് ഒരു വലിയ വീഴ്ച തന്നെയല്ലേ? രേണു, തീർച്ചയായിട്ടും ഒറ്റനോട്ടത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ UDF വിചാരിക്കാത്ത ഒരു മേൽക്കൈ, ഒരു മേധാവിത്വം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരള ജനത അവർക്ക് നൽകി. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറിയും കുറഞ്ഞുള്ള അളവിൽ അത് വ്യക്തമായിരുന്നു. വലിയ തിരിച്ചടി LDFിനുണ്ടായി. BJP തിരുവനന്തപുരം കോർപ്പറേഷനിലൊഴികെ മറ്റു പല സ്ഥലത്തും BJPക്കും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. നേട്ടം കൊയ്തത് UDF ആണ്, കോൺഗ്രസ് ആണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് കിട്ടിയതും കോൺഗ്രസിനാണ്. ഈ കണക്കുകളെല്ലാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസവും അതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വവും നൽകുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എറണാകുളം കോർപ്പറേഷൻ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷനാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരിച്ച കോർപ്പറേഷനാണ്. അത് നേരത്തെ താങ്കൾ പറഞ്ഞ കണക്കിൽ 42 സീറ്റുകളിൽ 42 ഡിവിഷനുകളിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച് കോൺഗ്രസിന് തനിച്ച് കേവല ഭൂരിപക്ഷമുള്ളൊരവസ്ഥ ഒരുക്കി കൊടുത്തു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കരുതി വലിയ നേതാക്കളെ തന്നെയാണ് ദീപ്തി മേരി വർഗീസ്, KPCC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ദീപ്തി മേരി വർഗീസിനെ പോലെ തലയെടുപ്പുള്ള ഒരു വനിതാ നേതാവ് മേയർ ആകും എന്ന മേയർ സ്ഥാനാർത്ഥി എന്ന ഒരു പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു സൂചന അവരുടെ കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അനുസരിച്ച് അല്ലെങ്കിൽ ഇന്നലത്തെ കൗൺസിലർമാരുടെ യോഗ തീരുമാനം അനുസരിച്ച് ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനത്തേക്ക് ഇല്ല. പകരം ഊഴം വെച്ച് അല്ലെങ്കിൽ ടേം അനുസരിച്ച് 2 പേരെ, ഷൈനി മാത്യുവിനെയും മിനിമോളാണ് ആദ്യം ആകുന്നത്. അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും അതിൽ വലിയ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ മേയർ സ്ഥാനത്തേക്ക് ഉള്ള കാര്യത്തിൽ ദീപ്തി മേരി വർഗീസിന് ഒഴിവാക്കിയത് വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു. ദീപ്തി മേരി വർഗീസിന് വലിയ പരാതിയുണ്ട്, പരിഭവമുണ്ട്. അവര് KPCCക്കും AICCക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നു. KPCC നിർദ്ദേശിച്ച മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ഒരാരോപണം. മറ്റൊരു ആരോപണം, അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കൗൺസിലർമാരുടെ യോഗം വിളിച്ച് അങ്ങനെ തലയെണ്ണി നോക്കി തെരഞ്ഞെടുപ്പ് നടത്തും എന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് പറയുന്നു. മറുവശത്തുള്ള ന്യായം എന്താണെന്ന് വെച്ചാൽ കൗൺസിലർമാരുടെ യോഗം വിളിച്ച് അവിടെ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ദീപ്തി മേരി വർഗീസിന് ഏറ്റവും കുറച്ച് വോട്ടുകളാണ് കിട്ടിയത്. മിനിമോൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷൈനി മാത്യുവിനുമാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയത്. ഇതൊക്കെയാണ് മറുവശത്തുള്ള ആ വോട്ട് നോക്കിയുമല്ല നിയമനം നടന്നത് എന്നതാണല്ലോ ദീപ്തി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം.
അങ്ങനെയാണെങ്കിൽ ഷൈനി മാത്യുവിനാണ് കൂടുതൽ വോട്ട് കിട്ടിയതെന്ന് പറയുന്നു. എങ്കിൽ എന്തുകൊണ്ട് ഷൈനിക്ക് ആദ്യ ടൈം കൊടുത്തില്ല, മിനിമോളെ തന്നെ എന്തുകൊണ്ട് പ്രസിഡന്റാക്കി എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ആ കണക്ക് ഔദ്യോഗിക കണക്കുകളൊന്നും അല്ലല്ലോ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്ന കാര്യമാണ്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സംഭവിച്ചത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദീപ്തി മേരി വർഗീസ് അതെ, അവര് 5 വർഷക്കാലവും മേയറാകണം എന്നാവശ്യപ്പെട്ടു എന്നാ പറയുന്നത്. ആ 5 വർഷക്കാലവും അവർക്ക് തന്നെ മേയറാകണം, അതിൽ മാറ്റം വരാൻ പാടില്ല, ഫുൾ ടൈം അവർ തന്നെ മേയറാകണം എന്ന ഒരു വാശി പിടിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചു എന്നാണ് പറയുന്നത്. അത് അംഗീകരിക്കപ്പെടാതെ വന്നപ്പോൾ, സ്വാഭാവികമായിട്ടും അതിന് വഴങ്ങാതെ വന്നപ്പോൾ 2 ടൈമിലേക്ക് ഇവരെ രണ്ടുപേരെയും ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് ഇവർ യഥാക്രമം. ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടാണ് മിനിമോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ എ ഗ്രൂപ്പിന്റെ നോമിനിയായിട്ടാണ് ഷൈനി മാത്യുവിനെ കരുതുന്നത്. അപ്പൊ മാത്രമല്ല, ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അതുപോലെ തന്നെ VD സതീശൻ അനുകൂലികളും ഒരുമിച്ച് ചേർന്നു. ബാക്കി പിന്നെ അവശേഷിക്കുന്നത് നമുക്കറിയാം, വേണുഗോപാൽ അനുകൂലികൾ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ദീപ്തി മേരി വർഗീസ് ഒഴിവാക്കപ്പെടുന്നു എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്നത്. പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. അവര് ഒറ്റയടിക്ക് 5 വർഷവും ആവശ്യപ്പെട്ടു. ഇതിനകത്ത് ലാറ്റിൻ കത്തോലിക്ക സഭ അവർക്ക് ഒരു പ്രാതിനിധ്യം വേണം, മേയർ സ്ഥാനം, എറണാകുളം മേയർ സ്ഥാനം വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന കാഴ്ചകൾ കണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു വിജയം സമ്മാനിച്ച് എറണാകുളത്തെ ജനത വലിയ നേട്ടം, ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടായത് എറണാകുളം ജില്ലയിലാണ്. മലപ്പുറത്ത് ലീഗിന് എന്ന പോലെ കേരളത്തിൽ മൊത്തത്തിലെടുത്താൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ ജനവിധി അനുകൂലമായി കിട്ടിയത് എറണാകുളത്താണ്. ആ എറണാകുളത്താണ് അവരെ നിരാശരാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പോര് നടക്കുന്നത്. അതിനകത്ത് വലിയ നേതാക്കൾ പ്രശ്നം ചേരുന്നു. അജയ് തറയിൽ രംഗത്ത് വരുന്നു. ഈ സന്ദർഭം ഉപയോഗിച്ച് മാത്യു കുഴൽനാടൻ എല്ലായിടത്തും ഈ രീതിയിലുള്ള നീതി കാണിക്കണം എന്നുള്ള ഒരു ഒളിയം പെയ്യുന്നു. ഇങ്ങനെ സതീശനെ ലാക്കാക്കി. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് രേണു പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രയും വലിയൊരു വിജയം കിട്ടിയിട്ടും കോൺഗ്രസിന്റെ തനി സ്വഭാവം മാറുന്നില്ല. ആരൊക്കെ എന്തൊക്കെ അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹിക്കുന്നവരെ മുഴുവൻ ശത്രുക്കളാക്കുന്ന, അവരെ നിരാശരാക്കുന്ന, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു എന്താ പറയുക, ഒരു സംയമനം, അല്ലെങ്കിൽ ഇത് പരസ്യ പ്രതികരണത്തിലേക്ക് പോകാതെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത് പരസ്യമായി വിളിച്ചു പറയാതെ, പത്രസമ്മേളനം നടത്താതെ, മാധ്യമങ്ങള് ഈ ഇത് നീട്ടിയാൽ ഉടനെ അതിനകത്ത് സ്വയം മറന്ന് പൊട്ടിത്തെറിക്കുന്ന ഈ നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ ഈ അസുഖം എന്ന് മാറും എന്ന വലിയ ചോദ്യം കൂടിയാണ് ഇപ്പോഴത്തെ ഈ എറണാകുളത്തെ സംഭവം. തീർച്ചയായും. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു സാഹചര്യം. ഇത് ഇപ്പോൾ തർക്കം ഈ കൊച്ചിയിൽ മാത്രമല്ല, തൃശ്ശൂരിലും മേയർ സ്ഥാനത്തെക്കുറിച്ച് വലിയ തർക്കമുണ്ട്. അവസാന നിമിഷം വരെയും അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭയിൽ തർക്കം നടക്കുകയാണ് വലിയ രീതിയിൽ. അങ്ങനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നതുകൂടി നമ്മൾ കാണണം. ഇപ്പോൾ നമുക്കൊപ്പം ബി റെജി, കോൺഗ്രസ് സഹയാത്രികൻ, ചേരുകയാണ്. നമുക്കറിയാം ക്രിസ്മസ് കാലമാണ്, അദ്ദേഹം സ്റ്റുഡിയോയിലേക്ക് എത്തേണ്ടതായിരുന്നു. നിരത്തുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു, അതുകൊണ്ട് വണ്ടി എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ. ശ്രീ റെജി, എന്നെ കേൾക്കാമല്ലോ അല്ലേ? റെജി, KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നോക്കൂ, ഇതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. മേയർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് KPCC ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം എന്നതായിരുന്നു. ഈ KPCC ഭാരവാഹിത്വത്തിന് ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ വില പോലും കിട്ടിയില്ല എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാനുണ്ടായിട്ടുള്ളത്. വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വക്കിൽ നിന്ന് ഒരു മേയറെ തീരുമാനിക്കുന്ന ഒരു ആദ്യഘട്ട നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും മുൻധാരണകളും ഒക്കെ അട്ടിമറിച്ച്, KPCCയുടെ നിർദ്ദേശങ്ങൾ പോലും അട്ടിമറിച്ച ഒരു തീരുമാനമെന്ന അതിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ പറയണമെങ്കിൽ? രേണുക, ഈ എറണാകുളത്തെ വൻ വിജയം സമ്മാനിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ബഹുമാന്യായ ദീപ്തി മേരി വർഗീസ് അവിടെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിലെയും ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടിയിൽ ഉന്നതമായ ഒരു പദവി വഹിക്കുന്നുണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ AICCയുടെ അംഗമാണ്, അപ്പോ AICC ക്ഷണിതാവാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, എറണാകുളത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ശ്രീമതി
ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ചുമതല പാർട്ടി നേതൃത്വം ദീപ്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ദീപ്തി മേരി വർഗീസ് കോർപ്പറേഷൻ മേയറായി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്നാൽ ആ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ശ്രീ ജോർജ് പൊടിപ്പാറ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഈ വലിയ വിജയം ജനങ്ങൾ സമ്മാനിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാതെ, ആ ഒരു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ ചില സ്ഥാപിത താല്പര്യക്കാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിഗണനയുടെ അടിസ്ഥാനത്തിലോ ആ ഒരു പദവി അവരെ വിശ്വാസത്തിലെടുക്കാതെ, അവരോട് ചർച്ച ചെയ്യാതെ നിഷേധിച്ചതിലെ ഒരു പരിഭവം എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ അനുഭാവികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു ആദ്യ സംഭവമായി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. ചില സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത്തരത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ പാർട്ടി നേതൃത്വത്തിന് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം രേണുക. അതായത് 2011 വൻ ഭൂരിപക്ഷം UDF അധികാരത്തിൽ വരുന്നു. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെടുന്നു എന്നുള്ള വലിയ ഒരു പ്രചരണം ഉണ്ടാവുകയും അതനുസരിച്ച് ചില റിപ്പോർട്ടുകൾ വരികയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ ആ സമയത്ത് നിയമസഭാ സെക്രട്ടേറിയറ്റിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷവും തുടർന്ന് സ്പീക്കർ സ്ഥാനത്തിലേക്കൊക്കെ അദ്ദേഹം പരിഗണിക്കപ്പെടാതെ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു ആദ്യ സംഭവമല്ല. ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ സംബന്ധിച്ച് ഇനിയും വലിയ പദവികൾ ഇനി കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും അവരുടെ 31 വർഷത്തെ പാർട്ടി പാരമ്പര്യവും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കും ഒത്തുയർന്ന് അവർക്ക് അർഹമായിട്ടുള്ള ഒരു സ്ഥാനം നൽകണമായിരുന്നു. ആ നൽകാത്തതിലുള്ള ഒരു അപ്രീതി ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് തോന്നുന്നു പാർട്ടി നേതൃത്വം അവരുടെ താങ്കൾ നമ്മളുടെ ഇൻട്രോ തന്നെ കേട്ടിരുന്നു എങ്കിൽ ഇത് ആദ്യ സംഭവം എന്ന് നമ്മൾ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്താണോ കോൺഗ്രസ് അതിന്റെ ആവർത്തനം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലും എന്നതാണ് പറഞ്ഞിരുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ എത്രമാത്രം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആഗ്രഹിച്ചതിനപ്പുറമുള്ള ഒരു മുന്നോട്ട് പോക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്, UDFനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് വലിയ ഊർജം പകരും എന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മേയർ തെരഞ്ഞെടുപ്പിൽ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് പോരടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് എങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പുറമേക്ക് ഈ വിഴുപ്പലക്കലുകൾ ഉണ്ടാകാത്ത തരത്തിൽ നടപ്പാക്കണമല്ലോ. അതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യേണ്ടത്. പക്ഷെ അത് സാധ്യമായിട്ടില്ല. അവിടെ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായും രേണുക ആ ഒരു വിമർശനം സ്വാഭാവികമായിട്ടും അത് വസ്തുതാപരമായിട്ട് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം KPCC നിഷ്കർഷിച്ചിട്ടുള്ള ചില സർക്കുലറുകളുടെ വ്യവസ്ഥകൾ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. കാരണം ഒരു ടൈഅപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഒരു നിഷ്പക്ഷ നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ നിഷ്പക്ഷമായി ഒരു വോട്ടെടുപ്പ് നടത്തണമെന്നും പാർട്ടി ഉന്നതമായ പദവികൾ വഹിക്കുന്നവർക്ക് പ്രാധാന്യം നൽകണമെന്നും KPCC സർക്കുലറിൽ നിഷ്കർഷിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രാധാന്യവും ഒരു മുൻഗണനയും ദീപ്തി മേരി വർഗീസിന് തന്നെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒഴിവാക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ചർച്ചകൾ നടത്തി അതിനുശേഷമായിരുന്നു അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാതിരിക്കുന്നതിലുള്ള ഒരു അസ്വസ്ഥതയും ഒരു പരിഭവവും അല്ലെങ്കിൽ ഒരു എതിർപ്പും സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത് കോൺഗ്രസ് നേതൃത്വം ഒഴിവാക്കേണ്ടതായിരുന്നു. നിശ്ചയമായിട്ടും കൂടിയാലോചനകൾ വഴിയും അല്ലെങ്കിൽ സമുന്നത നേതൃത്വം അതിൽ ഇടപെട്ടുകൊണ്ടും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഈ വമ്പിച്ച അംഗീകാരം അത് ഇതേ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി കലുഷിതമാക്കി കളയാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള വിവേചനം കോൺഗ്രസിന്റെ ചില പ്രാദേശികമായിട്ടുള്ള സീനിയർ നേതാക്കന്മാർ പുലർത്തേണ്ടതായിരുന്നു. അത് കൊച്ചിയിലെ ചില നേതാക്കന്മാർ ആ ഒരു വലിയ വികാരം ഉൾക്കൊണ്ടതായി നമുക്ക് കരുതുവാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷെ ശരി, ഞാൻ താങ്കളിലേക്ക് എത്താം. എന്തായാലും ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾക്ക് മാത്രം സംഭവിച്ച ഒരു വീഴ്ചയല്ലല്ലോ ഇത്. വളരെ ആസൂത്രിതമായി നടന്ന
നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നടന്നിട്ടുള്ള നീക്കങ്ങളാണ്. അങ്ങനെ നേതാക്കന്മാരുടെ ആശീർവാദത്തോടു കൂടിയാണ് ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ പോലും ഉണ്ടായിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾ ആവേശം കൊണ്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്നതെന്നത് വളരെ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ BN ഹസ്കർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഹസ്കർ, പല ഇടത് ഹാൻഡിലുകളിലും ഞാൻ പല പോസ്റ്റുകളും വായിച്ചതിൽ നിന്ന് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ മികച്ച ഭരണം നൽകി എന്നിട്ടും മാറ്റിക്കുത്തിയില്ലേ, ഇനിയിപ്പോൾ അതാ കണ്ടോ അനുഭവിച്ചോ എന്ന് പറയുന്ന തരത്തിൽ ആ ഉള്ളടക്കത്തോടു കൂടിയുള്ള പല പോസ്റ്റുകളും ഇടത് ഹാൻഡിലുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. കൊച്ചിയിലെ ഈ അടി നോക്കിക്കാണുകയാണോ, പുറമേ നിന്ന് നോക്കിക്കാണുകയാണോ? ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിന് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുമ്പോൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ ഭസ്മാസുരന് ലഭിച്ച വരം പോലെയാണ് കോൺഗ്രസിന് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുക. ഇപ്പോ ആഭ്യന്തര കലാപം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്കും ഗ്രൂപ്പ് വഴക്കുകൾ പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്കും കൊച്ചി പോലുള്ളൊരു നഗരത്തിന്റെ മേയർ തെരഞ്ഞെടുപ്പ് തന്നെ വഴിവെച്ചിരിക്കുന്നു എന്നതും മുതിർന്ന നേതാക്കന്മാർ പരസ്യമായ അഭിപ്രായം പറയുന്നു എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, മുൻകാലങ്ങളിലുള്ള. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നത് ആര് എന്നത് സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്ന് എന്ന യാഥാർത്ഥ്യ ബോധമാണ് ഇടതുപക്ഷ മനസ്സുകളിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ മേഖലകളിൽ ഉള്ളത് എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ ദിശയാണ്. ആ ദിശയിൽ തന്നെ യാദവ കുലത്തിന് ലഭിച്ച ഒരു പാഴ്വാക്ക് പോലെ അല്ലെങ്കിൽ ശാപം പോലെയാണ് കോൺഗ്രസിന് ഏതെങ്കിലും ഘട്ടത്തിൽ ജനങ്ങൾ മാൻഡേറ്റ് നൽകിയാൽ സംഭവിക്കുക എന്നതിന്റെ സൂചനയാണ്. ഏത് മുതിർന്ന നേതാവിനെയും തള്ളിമാറ്റി സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ സാമുദായിക സമവാക്യങ്ങൾക്ക് സാമുദായിക നേതാക്കന്മാർക്ക് അടിയറവ് വെക്കുന്ന തരത്തിലേക്ക് എല്ലാ കാലത്തും കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. വിവാഹം കൊണ്ട് ലത്തീൻ കത്തോലിക്കയായ ഒരാളെ മേയർ പദവിയിലേക്ക് എത്തിക്കുകയും അതുവഴി മറ്റൊരാളെ വിവാഹം കൊണ്ട് ഹിന്ദുമതത്തിലേക്ക് പോയി എന്നത് സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരാളെ ഒഴിവാക്കുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയായിരുന്നു കൊച്ചിയിലെ മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നതുകൂടിയാണ് കോൺഗ്രസ് നടത്തുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നാം കാണേണ്ടത് എന്നതാണ് ഇവിടെ കാണുന്നത്. കാര്യം ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ ഇപ്പോൾ 16-ാം വയസ്സിൽ കോൺഗ്രസിൽ KSUയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എത്തുകയും കഴിഞ്ഞ 33 കൊല്ലമായി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് കോൺഗ്രസ് തന്നെ അവകാശവാദം ഉന്നയിക്കുന്ന KPCCയുടെ ആരാധ്യയായ സെക്രട്ടറി AICC അംഗം അംഗത്തെ നിരാകരിച്ചുകൊണ്ട് മറ്റൊരാളെ ചുമതലയേൽപ്പിക്കുന്ന ഗതികേട് ആണ് കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അനുഭവ പാഠം തന്നെയാണ്. ആരാണ് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയായി UDF പ്രഖ്യാപിക്കുക എന്ന് കണ്ടുകൊണ്ട് ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ അവിടെ ഈ സാമുദായിക സമവാക്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹസ്കർ, അത് കോൺഗ്രസ് മാത്രം പിന്തുടരുന്ന ഒരു കാര്യമാണോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത്തരം സാമുദായിക സമവാക്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിലും ഇത്തരം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വരുന്ന ഘട്ടത്തിലും സ്വീകരിക്കാറുള്ളതല്ലേ? മറ്റൊരു കാര്യം നോക്കൂ, ഇപ്പോൾ വന്നിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. യഥാർത്ഥ ഫൈനൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സമുദായത്തെ പാടെ അവഗണിച്ചുകൊണ്ട്, അവരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതും സാധ്യമല്ലല്ലോ. അപ്പോൾ അത് പരിഗണിക്കേണ്ടി വരില്ലേ സ്വാഭാവികമായും എന്ന ഒരു പ്രശ്നമുണ്ട്. രേണു, നമ്മൾ കേരളീയ പൊതുസമൂഹം വല്ലാതെ തരം താഴ്ന്ന് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സമുദായ സമവാക്യത്തിന്റെ പിന്നാലെ പോകുന്നത്. മറിച്ച് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സമുദായത്തിന്റെ പിൻബലത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ സമുദായം പിന്താങ്ങുന്നു എന്നതുകൊണ്ട് മാത്രം പൊതുപ്രവർത്തനാവുകയും ജനപ്രതിനിധിയാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ആ പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം. മുഴുവൻ സമൂഹത്തിന്റെയും അംഗീകാരം ലഭിക്കുന്നവനായിരിക്കണം പൊതുപ്രവർത്തകൻ. സമൂഹത്തിനാകമാനം സകലവിധമായിട്ടുള്ള ബന്ധങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കുന്നതായിരിക്കണം ഒരു പൊതുപ്രവർത്തകന്റെ സ്ഥാനമാനങ്ങൾ എന്നതുകൂടി കരുതുമ്പോൾ ഇപ്പോ ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ലഭിച്ച ഈ രാഷ്ട്രീയ വിജയം പോലും ചെറുതായി കാണേണ്ടി വരുന്നു എന്നിടത്താണ്
ആ നിരാശയാണ് കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്നതാണ്. കോൺഗ്രസ് നോട്ട് ചെയ്ത, UDF നോട്ട് ചെയ്ത കൊച്ചിയിലെ ജനങ്ങൾ ഇപ്പോ വല്ലാതെ അപഹാസ്യരായിരിക്കുന്നു എന്നുള്ളതല്ലേ വസ്തുത. എന്റെ ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നത്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുന്നതാര്? ശ്രീ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ, ശ്രീ VD സതീശൻ ആയിരിക്കുമോ, അതോ ശ്രീ സുധാകരൻ ആയിരിക്കുമോ, അല്ലെങ്കിൽ സാക്ഷാൽ KC വേണുഗോപാലായിരിക്കുമോ എന്നത് സംബന്ധിച്ച് രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയും ഒരു വലിയ ചോദ്യമായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കും. അത് ഇടതുപക്ഷത്തിന് വല്ലാതെ ആത്മവിശ്വാസം പകരുന്നു എന്നതാണ് കൊച്ചിയിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്ന വാർത്തകൾ എന്നതാണ് ഏറ്റവും കൗതുകകരവും ഏറ്റവും സന്തോഷകരവുമായിട്ടുള്ള ഒരു വസ്തുത. തീർച്ചയായും. എന്തായാലും കോൺഗ്രസിനുള്ളിലെ തമ്മിലടി ഇടത് സഹയാത്രികർക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്നത് ഹസ്കറിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോൾ സഭാ നേതൃത്വം ഇടപെട്ടിട്ടില്ല എന്നതാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത്. ഇടപെട്ടിട്ടില്ല എന്നതല്ല, അതൊരു മാനദണ്ഡമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇങ്ങനെ ഒരു തീരുമാനം എന്നതാണ് പറയുന്നത്. പക്ഷേ അത്തരം പരസ്യമായിട്ടുള്ള അവകാശവാദങ്ങൾ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സമുദായത്തിൻ്റെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയെടുത്ത തീരുമാനം എന്നതാണോ താങ്കൾ കാണുന്നത്? അതിനും അപ്പുറം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വലിയ പോര് കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന ദീപ്തി മേരി വർഗീസിനെ വെട്ടുക എന്നത് മറ്റുള്ളവരുടെ വലിയ ആവശ്യമായി മാറുന്നു. അപ്പോൾ AI ഗ്രൂപ്പുകൾ ഒപ്പം VD സതീശന്റെ അനുയായികളും കൂടിച്ചേർന്നുകൊണ്ട് നടപ്പാക്കിയ തീരുമാനമാണ് ഇത്. കോൺഗ്രസിന് ഇനി വരാനിരിക്കുന്ന പോരെങ്ങനെയാണോ അതിന് ആ ഏറ്റുമുട്ടലിന്റെ ഫലമായിട്ടാണ് ദീപ്തി വെട്ടിമാറ്റപ്പെട്ടത്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലോജിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത്. താങ്കൾ ഏതാണ് വിശ്വസിക്കുന്നത്? സഭാ നേതൃത്വത്തിന്റെ സമ്മർദ്ദമോ കോൺഗ്രസിനുള്ളിലെ പോരോ, ഗ്രൂപ്പ് പോരോ? എന്താണ് ദീപ്തിയെ വെട്ടിമാറ്റിയതിലെ പ്രധാന ഘടകം? അതിന് മുമ്പ് ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഹസ്കറിന്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വലിയ വിജയത്തിന്റെ ഒരു വലിയ ജാള്യതയും അതുപോലെ തന്നെ നിരാശയും ഒക്കെ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എറണാകുളം പോലുള്ള ഒരു മഹാനഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് ഈ പോര് വരുന്നത്, വരാനിരിക്കുന്ന മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിച്ചാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതിലും വലിയ പോര് നടക്കും എന്നുള്ള ഒരു നറേറ്റീവ് മുന്നോട്ട് വെക്കാൻ അവർക്ക് സഹായമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് അത്ര നിസാരമായി കാണുകയും വേണ്ട. ശ്രീ ജോർജ് പൊടിപ്പാറ, എന്താണ് 2010 സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. 2010 ഇതിനേക്കാൾ വലിയ വിജയം UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. എന്താണ് 2011 സംഭവിച്ചത്? വെറും 2 സീറ്റിന്റെ പിൻബലത്തിലാണല്ലോ കഷ്ടിച്ച് ഭരണത്തിലേക്ക് എത്തിയത്. അപ്പോൾ ആ ചിരിക്ക് പിന്നിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നതിന്റെ വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്ത് രേണു മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ചില സമുദായങ്ങളുടെ ചില പ്രഷറുകൾ, അല്ലെങ്കിൽ അവരുടെ എന്നും എക്കാലത്തും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും നിർണായക വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമുദായം കൊച്ചി പോലുള്ള ഒരു സ്ഥലത്ത് മേയർ സ്ഥാനത്തേക്ക് ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ല. അതായത് NSS അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഈ CPM എന്നും തോളിലേറ്റി ചുമക്കുന്ന, ഏറ്റവും ഒടുവിൽ എന്താ പറയാ, അയ്യപ്പ സംഗമത്തിന് പോലും കാറിൽ കയറ്റിക്കൊണ്ടുപോയ വെള്ളാപ്പള്ളിയോളം വർഗീയത പറയുന്ന ഏതെങ്കിലും ഒരു കക്ഷി കേരളത്തിലുണ്ടോ? SNDP-യുടെ അധ്യക്ഷൻ. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു. അതെ, അത് CPM-ന് സഹിക്കാം, അതൊക്കെ ശരിയാണ്. അദ്ദേഹത്തെ തള്ളി പറയാനോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാവുന്ന പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. അതൊന്നും ചെയ്തില്ലല്ലോ. അപ്പോഴൊന്നും CPM-ന് ഒരു വൈക്ലബ്യോ അല്ലെങ്കിൽ ഒരു മനസാക്ഷിക്കുത്തോ ഉള്ളതായിട്ട് നമ്മൾ കണ്ടില്ല. ഇപ്പോ ലത്തീൻ സഭ ഏതെങ്കിലും രീതിയിലൊന്ന് പറഞ്ഞപ്പോഴേക്കും ഹസ്കർ വലിയ ആർഷഭാരതവും ഭരണശാലയാണ് പറയുന്നത്. ഇതിനൊക്കെ അപ്പുറത്ത് ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരുടെയും എല്ലാമായിരിക്കണം, അല്ലാതെ ഏതെങ്കിലും ആരുടെ ഈ രീതിയിലുള്ള വർത്തമാനമൊക്കെ അവനവന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഹസ്കർ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ കാര്യം വരുമ്പോൾ ഹസ്കർ സൗകര്യപൂർവ്വം അങ്ങ് മറക്കുകയാണ്. അതൊക്കെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പലപ്പോഴും വേണ്ടി വരും. അതുകൂടാതെ അത് ചെയ്യാത്തവരാരുണ്ട് എന്ന് ചോദിക്കും. തിരിച്ച് ഞാനും ചോദിക്കുന്നു, ഹസ്കറെ, ഈ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഇത് ചെയ്യാത്തവരാരുണ്ട്?
ആ ചോദ്യത്തിൽ അവിടെ വെച്ച് നിർത്തുകയാണ് ഞാൻ. അതുകൊണ്ട് അത് ചെറിയൊരു സന്തോഷത്തിന് വകയുണ്ട്. ഇങ്ങനെ സംഭവിക്കാതിരുന്നെങ്കിൽ എന്ന് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷെ സംഭവിച്ചു. ഇതൊന്നും ആദ്യത്തെ സംഭവമൊന്നും അല്ല. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, മിനിമോളുടെ പേരും ചെയർമാൻ, അതായത് ഈ പറഞ്ഞ സ്ഥാനത്തേക്ക്, മേയർ സ്ഥാനത്തേക്ക് ആദ്യം മുതലേ പരാമർശിക്കപ്പെട്ടിരുന്നു. ദീപ്തി മേരി വർഗീസ് അല്ലെങ്കിൽ മിനിമോൾ എന്ന നിലയ്ക്കൊക്കെ തുടക്കം മുതലേ ചർച്ചയുണ്ടായിരുന്നു. രേണു ആ കാര്യം ഓർക്കുന്നേയില്ല. അതായത് അന്നത്തെ വാർത്തകളിലെല്ലാം ഒന്നെങ്കിൽ ദീപ്തി മേരി വർഗീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മിനിമോൾ എന്നൊരു ഒരു 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 ചോയ്സ് അവിടെ ഉണ്ടായിരുന്നു. അതായത് മിനിമോളും പാരമ്പര്യമില്ലാത്തൊരു കോൺഗ്രസ്സുകാരിയല്ല. അവരും ശക്തിയാണ്, മഹിളാ കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. അവർക്കും ഒരുപാട് പാരമ്പര്യമുണ്ട്. അതൊന്നും നമ്മൾ അവഗണിച്ചിട്ട് അതൊന്നും പാടെ അങ്ങ് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ ജില്ലയിൽ ദീപ്തി മേരി വർഗീസ് ഒന്നും അല്ല ഞാൻ വിചാരിക്കുന്നത്. ദീപ്തി മേരി വർഗീസിനൊക്കെ അപ്പുറത്ത് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ചാലക ശക്തികൾ, അതിന്റെ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് കേരളത്തിന്റെ തന്നെ ഏറ്റവും ഡൈനാമിക് ആയിട്ടുള്ള DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ആ എറണാകുളം ജില്ലക്കാരനായ VD സതീശൻ ചേർന്ന് തന്നെയാണ്. ദീപ്തി മേരി വർഗീസ് അതിന്റെ ഒരു ഭാഗമല്ല എന്ന് പറയുന്നില്ല ഞാൻ, ആണ്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഈ വിജയത്തിന്റെ മുഴുവൻ, ജില്ല മുഴുവൻ വീശിയടിച്ച ഈ UDF തരംഗത്തിന്റെ യഥാർത്ഥ പിതൃത്വം അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ ആരെന്ന് ചോദിച്ചാൽ ഈ രണ്ട് പേര് കഴിഞ്ഞിട്ടേ ദീപ്തിയൊക്കെ വരുള്ളൂ. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത ഉത്തരവാദിത്വം ഈ മുഹമ്മദ് ഷിയാസിനും VD സതീശനും അവകാശപ്പെട്ടത് തന്നെയാണ്. അപ്പോ ദീപ്തി മേരി വർഗീസ് ആകേണ്ടതായിരുന്നു, സീനിയർ മോസ്റ്റ് ആണ്, KPCC മാനദണ്ഡം അനുസരിച്ച് അവരെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുക എന്നതാണല്ലോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഭൂരിപക്ഷം ആണോ മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ദീപ്തി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഏത് മാനദണ്ഡത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്ന് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ DCC പ്രസിഡന്റിനെ സംബന്ധിച്ചായാലും VD സതീശനെ സംബന്ധിച്ചായാലും ഒക്കെ ഉണ്ട്. എങ്ങനെ മിനിമോൾ എന്നത്, അതായത് DCC പ്രസിഡന്റ് പറയുന്നത് കോർ കമ്മിറ്റിയിലും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനമെടുത്തത് എന്ന് പറയുന്നു. രഹസ്യ ബാലറ്റ് വേണമെന്ന് പറഞ്ഞു, അത് നടന്നില്ല. 1-to-1 ആണ് ആശയവിനിമയം നടത്തിയത്. ഇതൊക്കെ ആ പാർട്ടിയുടെ പലപ്പോഴും പാർട്ടിക്കകത്ത് അവരുടെ യോഗം ചേരുന്നു, കൗൺസിൽ യോഗം ചേരുന്നു. ആ യോഗത്തിലെ ഭൂരിപക്ഷം എത്ര പേര് ഇവരെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു പിടിയുണ്ടായിരുന്നു. ഏതായാലും രേണുവിനോട് യോജിക്കുന്നു വിചാരിക്കുന്നു. ഇപ്പോ ഷൈനി മാത്യുവിനും മിനിമോൾക്കും കിട്ടിയ വോട്ടുകളോളം ഏത് രീതിയിൽ നോക്കിയാലും ദീപ്തി മേരി വർഗീസിന് കിട്ടിയിട്ടില്ല. അതൊരു വസ്തുതയാണ്. ഇനി കൂടുതൽ കിട്ടുന്നത് ഷൈനിക്കാണോ കൂടുതൽ കിട്ടുന്നത് മിനിമോൾക്കാണോ, എന്നിട്ടും എന്തുകൊണ്ട് മിനിമോൾ ആയി ഫസ്റ്റ് ടൈം എന്നുള്ള ചോദ്യം, അത് വേറെ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദീപ്തി മേരി വർഗീസ് 3ാം സ്ഥാനത്താണെന്നുള്ള കാര്യത്തിൽ രേണു എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ഒരു പ്രത്യേക സാമൂഹ്യ സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് അവിടെയാണ് നമ്മളുടെ ഈ ഡിബേറ്റിന്റെ തന്നെ ചോദ്യം വളരെ പ്രസക്തമാകുന്നതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ തലയെണ്ണിയാണ് തീരുമാനമെടുക്കുന്നതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താകും ഫലം? അത് ഇപ്പോൾ ദീപ്തിക്കൊപ്പം നിൽക്കുന്നവർക്ക് സ്വീകാര്യമാകുമോ എന്ന മാത്യു കുഴൽനാടന്റെ ആ ചോദ്യമാണ് വളരെ പ്രസക്തമാകുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ജേക്കബ് ജോർജ് കൂടി ചേരുകയാണ്. വളരെ സാവധാനത്തിലാണ് വാഹനം നീങ്ങുന്നത്, പലപ്പോഴും അത് നീങ്ങുന്നു പോലും ഇല്ല എന്നത് എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ എനിക്ക് വിഷമമുണ്ട്, നിങ്ങൾ സ്റ്റുഡിയോയിലേക്ക് എത്താൻ ഇനിയും വൈകും. ക്രിസ്മസിന് കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ സിറ്റിയിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ രീതിയിൽ തമ്മിലടി നടക്കുകയാണ്. അത് കൊച്ചിയിൽ ഒരു ഭാഗത്ത് നടക്കുന്നു, തൃശ്ശൂരിൽ നേരെ റിവേഴ്സാണ് സാഹചര്യം. കൗൺസിലർമാർ മുന്നോട്ട് വെക്കുന്ന അവരുടെ പിന്തുണയുള്ള ആൾക്കൊപ്പമല്ല കേന്ദ്ര നേതൃത്വം എന്നതാണ് തൃശ്ശൂരിലെ തമ്മിലടിക്ക് കാരണം. അപ്പോൾ തൃശ്ശൂരിൽ നിജി ജസ്റ്റിന് വേണ്ടിയാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത്, പക്ഷേ കൗൺസിലർമാർ അങ്ങനെയല്ല. അപ്പോൾ രണ്ട് കോർപ്പറേഷനിൽ 2 മാനദണ്ഡം, രണ്ടും മുന്നണിക്കുള്ളിൽ വരെ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പുറമേക്ക് നടക്കുന്ന ചർച്ച എന്നത് ദാ കോൺഗ്രസ് വന്നാൽ, UDF വന്നാൽ ദാ ഇവരിങ്ങനെ തമ്മിലടിക്കും എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി ആളുകളോട് സംസാരിക്കുമ്പോൾ ഇവർ വന്നിട്ട് എന്തിനാണ്, ആരാണ് മുഖ്യമന്ത്രിയാകുക എന്ന് തമ്മിൽ ആലോചിച്ച് തർക്കിക്കാനല്ലേ എന്ന് ചോദിച്ച പലരെയും നേരിൽ കണ്ട ഒരാൾ കൂടിയാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതാ 1 മാസം പോലും ആകുന്നതിന് മുൻപ് തുടങ്ങിയിരിക്കുന്ന ഈ തമ്മിലടി ഞങ്ങൾ മാറില്ല എന്ന് കോൺഗ്രസുകാർ വിളിച്ചു പറയുന്നത് പോലെയാണോ ശ്രീ ജേക്കബ് ജോർജ്? രേണു, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് എന്റെ അടിസ്ഥാന അഭിപ്രായം. അതായത് ഒരു
ഇത്രയും കേരളത്തിൽ ഇത്രയും വലിയ വ്യാപകമായി കോർപ്പറേഷൻ വിട് ശ്രീ റജി, താങ്കൾ ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. കാസർഗോഡ് വരെ കേൾക്കാമോ? റജി ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്ര വ്യാപകമായ തരത്തിൽ ജില്ലാ പഞ്ചായത്ത്, ലോക്കൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ വിജയം വരിച്ച ഒരു മുന്നണിക്ക്, ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കോർപ്പറേഷൻ, തീർച്ചയായിട്ടും ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമുള്ളതാണെന്ന് ഓർക്കണം. കൊച്ചി കോർപ്പറേഷൻ വലിയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ്. അവിടെ നേടിയ വിജയത്തിന് വലിയ പത്രമാറ്റ് വലിപ്പമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിജയകരമായി പരിസമാപ്തിയിലെത്തിയിട്ട് അവിടെ ഒരു മേയറിനെ സ്മൂത്തായിട്ട് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. അത് ഉന്നതരായ നേതാക്കൾ, DCC പ്രസിഡന്റ് അല്ല, സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടിട്ടും അത് സ്മൂത്ത് ആയില്ല. അത് വളരെ നിർഭാഗ്യകരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ രേണു പറഞ്ഞ ആരോപണങ്ങളൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും സാധാരണ എൻ്റെ ഒരു പൊതുവായ ഒരു അഭിപ്രായമുണ്ട്. അത് വ്യക്തിപരമായ എൻ്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു അഭിപ്രായമാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വാർഡിൽ, ഒരു മുനിസിപ്പൽ വാർഡിൽ, ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു മുഖം ജനങ്ങളുടെ മനസ്സിൽ പൊതുവായിട്ടുണ്ടാവും. അത് മുമ്പ് നമ്മൾ ആ മുഖമായിട്ട് നമ്മൾ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ട്, കെ കരുണാകരനെ കണ്ടിട്ടുണ്ട്, പിണറായി വിജയനെ 2 തവണ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുണ്ട്. ഒരു നാച്ചുറൽ ചോയ്സ് എന്ന് പറയാവുന്ന തരത്തിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാനിന്ന് പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ നാച്ചുറൽ ചോയ്സ് ടു ബി ദ ചീഫ് മിനിസ്റ്റർ അത് രമേശ് ചെന്നിത്തലയാവും. അത് സ്വാഭാവികമാണ്. അതേപോലെ കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി, മേയറായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ച മുഖം, ജനങ്ങൾ പ്രതീക്ഷിച്ച ശബ്ദം, അത് ദീപ്തി മേരി വർഗീസിൻ്റെതാണ് രേണു, യാതൊരു സംശയമില്ല. അത് ജനങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ, ആ കോർപ്പറേഷനെ കോൺഗ്രസ് നേതൃത്വം തന്നെ അത് നിഷേധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സങ്കടമുണ്ടാക്കും. കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, ആ ജനങ്ങൾക്ക് സങ്കടമുണ്ടാക്കും. അങ്ങനെ ഒരു നേതൃത്വം ചെയ്തുകൂടാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യാതൊരു സംശയമില്ല. അടുത്ത രാഷ്ട്രീയമോ പാർട്ടി പൊളിറ്റിക്സോ ഒന്നുമില്ല രേണു. അത് തന്നെയാണ് ആദ്യന്തം എൻ്റെ അഭിപ്രായം. അവിടെ കോൺഗ്രസിന് അടിപതറി. ആ പതർച്ച ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് എങ്ങനെ നികത്തും? ദീപ്തി മേരി വർഗീസിന്റെ വ്യക്തിപരമായ പരാജയമൊന്നും അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പരാജയമാണത്. ആ പരാജയത്തിന് അവർ എന്ത് മറുപടി പറയും എന്നുള്ളതൊരു വലിയ വിഷയമാണ് രേണു. ഞാൻ ബാക്കി ആ സ്റ്റുഡിയോയിൽ വന്നിട്ട് പറയാം. ശരി, ശ്രീ ബി റജി, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ ഒരു മാനദണ്ഡം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ദീപ്തിയെ അനുകൂലിക്കുന്നവരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ KPCC മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അതായത് KPCCയിലുള്ള അവരുടെ സ്ഥാനം എന്നത് പരിഗണിക്കപ്പെട്ടിട്ടില്ല. അത് വലിയൊരു വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഈ കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കുകയോ പിന്നീട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല, രഹസ്യ ബാലറ്റ് ഉണ്ടായിട്ടില്ല തുടങ്ങിയ അപവാദങ്ങൾ അവർ പറയുന്നു. പക്ഷേ അതിനപ്പുറം ഈ കൗൺസിലർമാരുമായി 1-to-1 കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടി അതിൽ ഭൂരിപക്ഷം ആർക്ക് എന്നത് നോക്കിയാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് അറിയിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നതാണ് DCC അധ്യക്ഷൻ പറയുന്നത്. പാർട്ടിയുടെ തീരുമാനം ആണ് എന്ന് പറയുന്നു. എന്നാൽ ആ ഭൂരിപക്ഷം എന്നത് യാഥാർത്ഥ്യമല്ല എന്ന് മറുപക്ഷം ആരോപിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പറയുന്നത് ഒരു പൊതു മാനദണ്ഡമാകുമോ അല്ലയോ എന്നതാണല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അതിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടുന്ന ഘട്ടം വരുമ്പോൾ ഇതായിരിക്കുമോ മാനദണ്ഡം എന്നൊരു ചോദ്യം മറുഭാഗത്തു നിന്ന് ഉയരുന്നല്ലോ. അത് സാധ്യമാകുമോ കോൺഗ്രസിനെ സംബന്ധിച്ച്? ഈ ഒരു മാനദണ്ഡം എന്നത് എല്ലായിടത്തും പ്രായോഗികമാകുന്ന ഒന്നാണോ റജി കോൺഗ്രസിനെ സംബന്ധിച്ച്?
നോക്കൂ, ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലങ്ങളിലും ബാധകമാകുക, അതിനുവേണ്ടിയാണല്ലോ അത്തരത്തിൽ ഒരു കോമൺ ആയിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് ഒരു ഏതെങ്കിലും തരത്തിൽ ഇവിടെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവിടെ ഒരു തീരുമാനം വന്നില്ല എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളിടത്തെല്ലാം ആ ഒരു സർക്കുലറിലെ നിർദ്ദേശം ലംഘിക്കപ്പെടുന്നു എന്ന് നമുക്ക് കരുതാനാവില്ല. ഇവിടെ സ്വാഭാവികമായിട്ടും നേരത്തെ ജേക്കബ് സാർ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു മുഖം അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ ആ മുഖത്തെ, അതായത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ആ മുഖത്തിന്റെ നേതാവായി കരുതും. ഇവിടെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അല്ല, അതിന്റെ വിമർശനം ആയിട്ട് ഉന്നയിക്കുന്നത് KPCCയുടെ നിർദ്ദേശം പലതും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യത്തിൽ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള സംസ്ഥാന നേതാക്കൾ അതിൽ ഇടപെടുകയും ഇക്കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം, അതായത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ അവർ ബാധ്യസ്ഥരുമാണ്. അത് ജനങ്ങളെ വേണം. കാരണം ഇനി ഏതാണ്ട് 2.5 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് പ്രവേശിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു നീതി നിഷേധം ഒരു കാരണവശാലും ഉണ്ടായതായി ജനങ്ങൾക്ക് തോന്നിക്കൂടാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മാനദണ്ഡം പ്രഖ്യാപിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കുവാൻ അവിടെ അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് ജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയും വേണം. മാത്രമല്ല, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. ഇവിടെ അത്തരത്തിൽ അങ്ങനെ ഒരു തീരുമാനം, ഒരു കൺസൾട്ടേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ് ദീപ്തിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ പറയാനുള്ളത്. രേണുക, ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഹസ്കർ, നോക്കൂ, ഇവിടെ ഇപ്പോ സൂചിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, സാമുദായിക സമവാക്യം എന്നത് എല്ലാവരും നോക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അത് ഇപ്പോഴത്തെ നിലയിൽ ജനങ്ങളെ സംബന്ധിച്ചത് മനസ്സിലാക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകില്ല. മറ്റൊന്ന്, ഈ നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. KPCCക്കും AICCക്കും പരാതി നൽകാനും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ KC വേണുഗോപാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പാർട്ടി തീരുമാനമെടുത്തതാണ്, ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്ന വളരെ ശക്തമായ ഒരു നിലപാട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പുറമേക്കുള്ള പ്രശ്നങ്ങൾ ഇതോടുകൂടി അവസാനിക്കുന്ന മട്ടാണ്. ഇനി എല്ലാവരും ഒരുമിച്ച് പോകും എന്നതാണ് നിയുക്ത മേയറായിട്ടുള്ള മിനിമോൾ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന തർക്കം അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നൊരു വലിയ സന്ദേശം അവരെ സംബന്ധിച്ച് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതിനും അപ്പുറം ജനങ്ങൾക്കിടയിൽ ഈ ഭരണത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള എതിർപ്പുകളുണ്ട്. അല്ലെങ്കിൽ ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അലയടിച്ചത്. അപ്പോൾ അതുണ്ട് എന്ന യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാതെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത്. താഴെത്തട്ടിൽ ഈ പ്രശ്നങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നടക്കുന്ന ഈ ഏർപ്പാടിൽ പോലും ഈ ഭരണവിരുദ്ധതയുണ്ടോ ഇല്ലയോ എന്ന ഒരു കാര്യം അന്വേഷിക്കുന്നു പോലും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പലതും യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയല്ല തെറ്റുതിരുത്തൽ പ്രക്രിയ ഇടതുപക്ഷത്ത് നടക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടെ നടക്കുന്ന അടിയിൽ ചിരിച്ച് രസിച്ചാൽ മാത്രം ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ ഹസ്കർ. അല്ല രേണുക, ഇത് ഞാൻ അതുകൊണ്ട് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അപ്പൊ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലൊരു പെരുമാറ്റ രീതിയിലൂടെ അതിന്റെ ആനുകൂല്യം ഇടതുപക്ഷത്തിന് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ തുറന്നു സമ്മതിക്കാൻ തയ്യാറായെന്ന് തന്നെയാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഒരു വസ്തുത തന്നെയാണ്. ആ ഭരണവിരുദ്ധ വികാരം ഒരു വസ്തുത എന്ന് പറയുമ്പോൾ ദീർഘകാലമായി ഒരു സംസ്ഥാനത്തെ ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരെ സംസ്ഥാനത്തെ ജനങ്ങൾക്കുണ്ടാവുന്ന ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ ഇവിടെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ അപ്രതീക്ഷിത പരാജയത്തിന്റെ കാരണം. 10 കൊല്ലമായി ഒരു സംസ്ഥാനത്ത് പവർ കട്ടില്ലാത്ത ഒരു സംസ്ഥാനം, 10 കൊല്ലമായി ഈ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടക്കം വരാതെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ഗവൺമെന്റ്, ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സമഗ്രമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഗവൺമെന്റ്. പക്ഷെ എന്തുകൊണ്ടും സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വസ്തുതയാണ്. 2, നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളും ഒരു പരിധിവരെ ക്രിസ്ത്യാനികളും നേരത്തെ ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നവർ അകന്നു എന്നുള്ള വസ്തുത അതിലൊരു പ്രധാന ഫാക്ടർ. ഇന്നൊരു പക്ഷേ പിണറായി വിജയൻ അത് നിരാകരിച്ചിരിക്കുന്നു. എന്നിരുന്നാൽ പോലും
ആ വസ്തുതയാവാതിരിക്കില്ല. ശബരിമല വിഷയം കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് ഒരു കാരണം തന്നെയാണ്. ആ പരാജയ കാരണത്തിന്റെ ഭാഗമായി അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ ഇടതുപക്ഷവും CPM-ഉം നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെ അനന്തരഫലമായി എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുള്ളത്, എന്തുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷത്തെ നിരാകരിച്ചു എന്നുള്ളതിന്റെ ഉത്തരം കണ്ടെത്തും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആ ഉത്തരം കണ്ടെത്തുന്നതോടൊപ്പം ജനങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നതാണ് കോൺഗ്രസിലെ അല്ലെങ്കിൽ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ തൃശൂർ മേയർ തെരഞ്ഞെടുപ്പുമായി കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തരം. അത് കൊച്ചിയിലും തൃശ്ശൂരും മാത്രമല്ല, വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഇതേ സ്ഥിതി തന്നെയാണ് കോൺഗ്രസ് തുടർന്നു പോകുന്നത്. അപ്പോ ഇത് കോൺഗ്രസ് ഈ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും UDF-നെ നയിക്കുക, കോൺഗ്രസിനെ നയിക്കുക എന്ന വലിയ ചോദ്യം കേരളത്തിൽ അവശേഷിക്കുകയാണ്. ഒരു പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരൊറ്റ പേര് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുള്ള ആർജവം ഈ മാൻഡേറ്റ് ലഭിച്ചിട്ടും കോൺഗ്രസിന് ലഭിച്ചില്ല. കോൺഗ്രസ് എപ്പോഴും തൊലിപ്പുറത്ത് ചികിത്സ നടത്തുകയാണ്. ആ തൊലിപ്പുറത്തുള്ള ചികിത്സ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തൃശ്ശൂരിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, അല്ലെങ്കിൽ എറണാകുളം മേയർഷിപ്പിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇക്കാര്യത്തിൽ വരുന്നത് പാർട്ടി എടുത്ത തീരുമാനമാണ്, ഇനി അത് നടപ്പിലാക്കി കഴിഞ്ഞു എന്ന അർത്ഥത്തിലുള്ള വിധിന്യായങ്ങൾ ഇക്കാര്യത്തിൽ വരുന്നതിന്റെ ഭാഗം അതാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം കോൺഗ്രസ് ഇപ്പോഴും തൊലിപ്പുറത്ത് മാത്രം ചികിത്സ തേടുകയാണ്. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം തനിക്ക് വേണം എന്നാഗ്രഹിക്കുന്ന 1/2 ഡസനിലധികം നേതാക്കന്മാരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പക്ഷെ മറിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇടതുപക്ഷം ഒരാളുടെ നേതൃത്വത്തിൽ, ഏതെങ്കിലും ഒരു നേതാവിന്റെ നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊരർത്ഥത്തിലുള്ള അപസ്വരങ്ങൾക്കും സാധ്യതയില്ല. അതാണ് കെട്ടുറപ്പുള്ള ഒരു ഭരണം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി അതിനുള്ള സാധ്യത ഇടതുപക്ഷത്തിന് മാത്രമാണെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഒരു തവണ കൂടി വന്നിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിന് അനുകൂലമായി UDF-ന് അനുകൂലമായി കേരളത്തിൽ വന്നിട്ടുള്ള മാൻഡേറ്റിന്റെ പരിണിത ഫലം എന്നത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നു, ജനങ്ങളെ തിരിച്ചറിവിലേക്ക് എത്തിക്കുന്നു എന്ന വസ്തുതയാണ് കൊച്ചിയിലെ മേയർഷിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ. അതിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് മുതിർന്ന നേതാക്കന്മാർ പുറത്തു വന്ന് വർത്തമാനം പറയുകയും ശ്രീ അജയ് തറയിലിനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുകയും ചെയ്യുന്നു എന്നത് തന്നെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ്. അത് വളരെ നിസ്സാരമായി ഒറ്റപ്പെട്ടതായി കണ്ട് അത് കോൺഗ്രസിന് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ അതൊക്കെ പരിഹരിച്ചു വീണ്ടും മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ ഇതിന്റെ ടീം എന്ന നിലയിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിക്കുക എന്നുള്ള കൗതുകമാണ്. അതാണ് ആ കൗതുകമാണ് ഞാൻ നിങ്ങൾക്ക് തോന്നിയത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് നയിക്കും എന്ന ഒരു സന്ദേശം നൽകുക കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് മാത്രമാകും കോൺഗ്രസിലെ തർക്കം എന്നത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ വരെ നോക്കിയാൽ ഒരു സ്വാഭാവിക പ്രക്രിയ എന്ന രീതിയിൽ ഭരണമാറ്റം നടന്നു വന്നുകൊണ്ടിരുന്നു. പക്ഷേ 2021 അതല്ല സാഹചര്യം. അപ്പോൾ ഭരണ തുടർച്ചയുടെ ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തുടർച്ച വേണ്ട എന്ന് മറ്റുള്ളവർ വെക്കുകയാണെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? 2010 ശേഷം നടന്ന 2011 തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലുണ്ട്. ഇനിയും 4 മാസമുണ്ട്. BJP ഒരു കോർപ്പറേഷൻ പിടിച്ച സാഹചര്യം കൂടി നമ്മൾ കാണണം. അപ്പോൾ ഒരിടത്ത് ബദലായി ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് BJP-യെ വിശ്വസിക്കാം എന്ന ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അവർക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തമ്മിലടി തുടർന്നാൽ 2023 മുമ്പുള്ള സാഹചര്യം പോലെ ഭരണവിരുദ്ധർ എല്ലാം ഒത്തുചേർന്ന് ഞങ്ങളെ അങ്ങ് ജയിപ്പിക്കും എന്ന ഒരു സാധ്യത ഇപ്പോഴില്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഊതി വീർപ്പിച്ച് പറയുന്നത് പോലെ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എപ്പോഴും തമ്മിലടിയായിരിക്കും, അതിനകത്ത് തമ്മിലടിച്ച് നേതാക്കൾ തമ്മിലടിച്ച് പാർട്ടി ശിഥിലമാകും. ഇതാണ് എതിരാളികൾ എല്ലായ്പ്പോഴും ഈ കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന ആരോപണം.
ഈ ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഘട്ടത്തിൽ രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം അടക്കം ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട വി ഡി സതീശൻ അടക്കമുള്ള ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കെയാണ് ഇടതുമുന്നണിക്കെതിരെ ഈ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് UDF കൊയ്തെടുത്തത്. ഈ പറഞ്ഞ BJP തിരുവനന്തപുരത്ത് ഒഴിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു വിജയം കേരളം മുഴുവൻ അവകാശപ്പെടാനില്ല. പക്ഷെ UDFന്റെ വിജയം എന്ന് പറയുന്ന വിജയ ശതമാനവും ആ വോട്ടിംഗ് ശതമാനവും ഒക്കെ നോക്കുകയാണെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വിഷയങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടല്ല നേതാക്കൾ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നു, അവരെല്ലാം ഭയങ്കര എന്താ പറയാ കൂട്ടായ്മയാണ്, ഇതൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കോൺഗ്രസിനകത്തുള്ള ആ ഒരു ആഭ്യന്തര ചില പ്രശ്നങ്ങളെക്കാൾ എത്രയോ ഗുരുതരമാണ് ഈ CPM-ലെ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ. CPM-ൽ അദ്ദേഹം പറഞ്ഞ ഹസ്കർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു പേര് നിർദ്ദേശിച്ചാൽ ഒരു മുഖം അങ്ങ് കാണിച്ചാൽ പിന്നെ അതിനപ്പുറത്ത് ഒന്നുമില്ല, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ പേരാണ് സർ ഈ പറഞ്ഞ പോലെ ഈ ചിന്തയിൽ നിന്ന് ഫാസിസത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഇതാണോ നല്ലത്? ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗങ്ങൾ അവരുടെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് ഏറ്റവും അഭികാമ്യം. അതിനു പകരം പാർട്ടി ആദ്യമേ തന്നെ ഒരാളെ അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു, അനുസരിക്കുന്നു. ഒരു ജനാധിപത്യ രാഷ്ട്രീയത്തിലെ അനുസരണയാണോ ഏറ്റവും നല്ല ഗുണം? അല്ലല്ലോ. ചോദ്യം ചെയ്യാനുള്ള അവകാശം വേണം, വിമർശിക്കാനുള്ള അവകാശം വേണം. സ്വയം വിമർശനത്തെ കുറിച്ച് പറയുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഈ രീതിയിൽ ഈ സ്വയം വിമർശനം പാർട്ടിക്കകത്ത് പുറത്ത് ഈ രീതിയിലുള്ള വിമർശിക്കുന്നവരെ എന്നെങ്കിലും അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടോ, ഉൾക്കൊണ്ടിട്ടുണ്ടോ? അവരുടെ ഗതി എന്തായിരുന്നു എല്ലാ കാലത്തും? അപ്പൊ ഞാൻ പറയുന്നത് അതിന് അതിൻ്റെതായ ഗുണമുണ്ട്, ഇതിന് ഇതിൻ്റെതായ ഗുണമുണ്ട്. കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ പരസ്യമായി സംസാരിക്കാൻ അനുവദിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് നേതാക്കൾ ഇടയ്ക്കിടയ്ക്ക് കുട്ടിന് പീര പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, ഇവിടെ ഇപ്പോ നേതൃതലത്തിലെ ഒരു ചർച്ചയിലേക്കുള്ള അല്ലെങ്കിൽ തർക്കത്തിലേക്കുള്ള ഒരു വലിയ തുടക്കം ഇപ്പോൾ കുറിക്കുന്നു എന്നതാണോ, അതോ ഈ പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ മേയറെ തീരുമാനിച്ചു, അവർ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എല്ലാവരും മറക്കും? ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം UDF തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ പോലെയൊന്നുമല്ല, വളരെ എണ്ണയിട്ട യന്ത്രം പോലെ അവരെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഒരു വലിയ തർക്കത്തിന്റെ തുടക്കമാണോ, അതോ സ്വാഭാവികമായ പ്രശ്നങ്ങൾ എന്ന നിലയിലാണോ? അല്ല, കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ അമൂർത്തമായ ഭാവത്തെക്കുറിച്ച്, രൂപത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പിടിപ്പാറ പറയുന്നത് കേട്ട് ഞങ്ങളൊന്ന് ജോലി ചെയ്താകട്ടോ, ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ പിടിപ്പാറ, ഒറ്റ ഒരു ചോദ്യം. ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം, എനിക്ക് ജവഹർലാൽ നെഹ്റുവൊക്കെ ഞാൻ എന്തുമാത്രം വായിച്ചിട്ടുണ്ടെന്നറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും അങ്ങേയറ്റത്തെ രൂപം ജവഹർലാൽ നെഹ്റു തന്നെയാണ്. പക്ഷേ ഇന്ന് ആ കോൺഗ്രസ് പാർട്ടിയുടെ, ആ ജനാധിപത്യ പാർട്ടിയുടെ 100 വർഷം പിന്നിട്ട ജനാധിപത്യ കക്ഷിയുടെ ഏറ്റവും വലിയ ഭരണമണ്ഡലത്തിൽ ഞാൻ ചോദിച്ചില്ല അതിന്റെ ചോദ്യം ചോദിക്കട്ടെ. അതിന്റെ മുകളിലത്തെ സഭയിൽ ആകെ കൂടി കുറച്ച് അംഗങ്ങളെ ഉള്ളൂ. അതിൻ്റെ ആദ്യത്തെ 3 പേര് ഒരു കുടുംബത്തിലെ അമ്മയും 2 മക്കളുമാണോ പൊടിപ്പാറേ? അമ്മയും 2 മക്കളുമാണോ? അതാണ് എൻ്റെ ചോദ്യം. ഒരൊറ്റ സിമ്പിൾ ചോദ്യം. മറുപടി പറയുന്നുണ്ടെങ്കിൽ എളുപ്പം പറഞ്ഞു. എൻ്റെ സമയം ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. ജേക്കബ് ജോർജ്, ഒരു ചോദ്യം. നമ്മളൊക്കെ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കുറെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. ഇവിടെ കോൺഗ്രസിന് പറ്റിയത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ജനാധിപത്യത്തിന്റെയോ അവർ ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെയോ ഒന്നും അല്ല പ്രശ്നം. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയും. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ, അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. ഇന്ത്യയിൽ ഇപ്പോ ഇന്ത്യയിലുള്ളത് ജനാധിപത്യമാണോ അതോ ഈ പറഞ്ഞ ജാതീയത മതാധിഷ്ഠിത ചിന്തകളാണോ? അത് കോൺഗ്രസിന്റെ തെറ്റല്ല. ആദ്യം അങ്ങത് മനസ്സിലാക്കണം. കോൺഗ്രസ് ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. പക്ഷെ ജനങ്ങളെ എളുപ്പം മയക്കാവുന്ന മറ്റൊരു സാധനം ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ മതേതരത്വവും ജനാധിപത്യവും അപ്രത്യക്ഷമാകുകയാണെങ്കിൽ വിട്ടേരെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഇപ്പോഴും പറയുന്നത് കേരളത്തിൽ വലിയൊരു നേട്ടം ഭരിച്ച കോൺഗ്രസ് ഈ രീതിയിലായിരുന്നില്ല ഒരു പ്രശ്നത്തെ, ഇല്ലാത്തൊരു പ്രശ്നത്തെ ഉണ്ടാക്കിയെടുത്ത് വഷളാക്കിയെടുത്തത്. ഇതിങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നുള്ള എൻ്റെ പ്രസ്താവന ഞാൻ ആവർത്തിക്കുന്നു. എന്ന് മാന്യമായിട്ട് തീർപ്പാക്കാമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ കൊച്ചിയിൽ ഏറ്റവും നല്ല മുഖം, ഏറ്റവും നല്ല ശബ്ദം, തീർച്ചയായിട്ടും ആ മുഖം
തിരസ്കരിക്കപ്പെട്ടു. അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു അപരാധമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദീപ്തി മേരി വർഗീസ് ആയിരുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം മാന്യമായ ഒരു തീരുമാനമായിരുന്നു, അങ്ങേയറ്റം പക്വമായ ഒരു തീരുമാനമായിരുന്നു. കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന്, കോൺഗ്രസിന്റെ ആ ഒരു ഇപ്പോഴത്തെ വിജയത്തിന് ഒരു മകുടം ചാർത്തുന്ന ഒരു തീരുമാനം ആകുമായിരുന്നു. അത് കോൺഗ്രസ് വെറുതെ നഷ്ടപ്പെടുത്തി എന്ന് എനിക്ക് പറയാം. എന്തായാലും ഒരു ആശ്വാസം, ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി കൊച്ചിയിൽ തർക്കമുണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ കൊല്ലത്ത് ലീഗുമായി ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ട്. അപ്പോൾ ഘടകകക്ഷികൾക്കിടയിൽ തർക്കമുണ്ട്, കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ട് എന്ന സാഹചര്യം പലയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ശ്രീ റെജി, നോക്കൂ, ഈ കലമുടയ്ക്കുന്ന പരിപാടി ആണ് യഥാർത്ഥത്തിൽ ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആവർത്തനം ഇനിയും ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഒരുപാട് കടമ്പകൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ 4 മാസം എന്ന് പറഞ്ഞാലും അതൊരു ചെറിയ സമയമല്ല. ഏത് വിധത്തിൽ വേണമെങ്കിലും ആളുകൾക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പഴയ കോൺഗ്രസ്സായി തുടർന്നാൽ ഒരു തരത്തിലും തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു സാഹചര്യമുണ്ട്. അത് നേതാക്കൾ ഉൾക്കൊള്ളുമോ? തീർച്ചയായിട്ടും അത് നേതാക്കൾ ഉൾക്കൊള്ളണം. ഈ കലമുടയ്ക്കും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾ അനാവശ്യമായി പറഞ്ഞുണ്ടാക്കുന്നതാണ്. ബഹുമാന്യനായ ശ്രീ ഹസ്കർ ഇവിടെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും അവകാശവാദം ഉന്നയിക്കുന്നു, അതുപോലെ കോൺഗ്രസ് പ്രതിസന്ധിയിലാണ്. ഇതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ പണ്ട് കാലം മുതലേ കോൺഗ്രസിനെതിരെ പറയുന്നതാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പം അത് UDF എന്ന ടീം UDF ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഈ വലിയ വിയർപ്പൊഴുക്കിയവർക്ക് സ്ഥാനം കിട്ടില്ല എന്ന് വന്നാൽ, ദീപ്തി എന്ന് പറഞ്ഞത് ഒരു സ്ഥാനവും കിട്ടാതെ മരിച്ചു പോയവരുണ്ട്, അവരുടെ പ്രതിനിധിയാണ് ഞാനെന്നാണ് ദീപ്തി മേരി വർഗീസ് നൽകിയത്. അത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്കുള്ള സന്ദേശമാകില്ലേ? നോക്കൂ, 31 വർഷമായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന, സന്നദ്ധ സേവനം നൽകുന്ന ഒരു കോൺഗ്രസിൻ്റെ ഉന്നതയായ ഒരു വനിതാ നേതാവാണ് ദീപ്തി മേരി വർഗീസ്. അപ്പോൾ അവർ നൽകുന്ന ആ ഒരു പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട്, പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ട് എത്ര പക്വമായിട്ടുള്ള സമീപനമാണ് ദീപ്തി മേരി വർഗീസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില എന്താണ് അതിന് പറയുന്നത്, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. എങ്കിലും ഈ ജനങ്ങൾ മുന്നിൽ കണ്ട ഒരു മുഖത്തിന് ഒരു പ്രാധാന്യം നൽകേണ്ടതായിരുന്നു. അത് KPCC നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ, ആ സർക്കുലറിലെ തീരുമാനങ്ങൾ നടപ്പാക്കണമായിരുന്നു. അത് നടപ്പാക്കിയില്ല എന്നുള്ള പരാതിയാണ് ദീപ്തി മേരി വർഗീസ് ഉന്നയിക്കുന്നത്. അത് ദീപ്തി മേരി വർഗീസിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു തീരുമാനം നടപ്പാക്കിയിരുന്നുവെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമാകുമായിരുന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച് അത് കോൺഗ്രസിൻ്റെ പ്രോസ്പെക്ടസിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കോൺഗ്രസിന് ജനങ്ങൾ നൽകുന്നത്, കോൺഗ്രസിൻ്റെ ജനാധിപത്യ പാരമ്പര്യം, കോൺഗ്രസിൻ്റെ ജനാധിപത്യമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന രീതി, അതിൻ്റെ കൂട്ടായ നേതൃത്വം, അത് പുലർത്തുന്ന ഒരു നേതൃത്വത്തിൻ്റെ പാഠവും അതുപോലെ മതേതരത്വവും ബഹുസ്വരതയെ ഉൾക്കൊള്ളുവാനുള്ള കോൺഗ്രസിൻ്റെ കഴിവുമാണ് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ അണിനിരക്കുവാൻ കാരണം. അതിലേറ്റവും പ്രധാനമായി ഈ ഭരണവിരുദ്ധ വികാരം ഏത് തരത്തിലും ഈ സർക്കാരിനെ മാറ്റി കോൺഗ്രസ് സർക്കാർ വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 80 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഇപ്പോൾ ഈ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 80 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് ഈ നേതാക്കൾ തമ്മിലുള്ള ഇതേ രീതിയിലുള്ള പ്രാദേശികമായ വികാരങ്ങൾ വെച്ചിട്ട് ഈ ഒരു മുന്നേറ്റത്തെ തടയരുത് എന്ന് മാത്രമാണ്. അതിൽ അഭിരമിച്ച് പോകാതിരിക്കുക, 2010 അനുഭവം മനസ്സിൽ ഉണ്ടാകുക എന്നതേ പറയാനുള്ളൂ. എന്തായാലും ഇതൊരു വലിയ തമ്മിൽ തല്ലിന്റെ തുടക്കമാണോ അതോ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൊച്ചി മേയർ സ്ഥാനത്തേക്കുള്ള തർക്കം കൗൺസിലർമാരുടെ ഭൂരിപക്ഷ തീരുമാനം അട്ടിമറിച്ചുകൊണ്ടുള്ളതാണോ എന്നതാണ് പ്രേക്ഷകരോട് നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 75% ആളുകളും, ഇല്ല എന്ന് പറയുന്നത് വെറും 17% മാത്രം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.